ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് അഗ്രചർമ്മം മുറിച്ചാൽ രക്തം വരാം, രക്ഷ വരില്ല. ഈ ഒരു കാര്യം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു സ്ത്രീ സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു. തൻ്റെ ഭർത്താവിന് പാരമ്പര്യം പറയാൻ, അതുപോലെ തന്നെ കുടുംബ മഹിമ പറയാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ട്, സമയവും ചെലവഴിക്കാറുണ്ട്. അദ്ദേഹത്തിന് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വീട്ടുകാർ ചെയ്താൽ മതി, അദ്ദേഹത്തെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ പള്ളിപ്പോക്ക് അതൊരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി, അതല്ലാതെ ഒരു ദൈവാനുഭവത്തിന് വേണ്ടിയൊന്നുമല്ല. ഇനി ഇങ്ങനെ വലിയ കുടുംബ മഹിമയും പാരമ്പര്യവും പറയുന്ന വ്യക്തി ഭാര്യയോ മക്കളെയോ പരിഗണിക്കത്തില്ല. അവർ അത്ര പ്രാധാന്യമുള്ളവരൊന്നും അല്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. അതിനേക്കാൾ പുള്ളിയുടെ കൂട്ടുകാരും പാരമ്പര്യം പറഞ്ഞ് നടക്കുന്നവരുമായിട്ടുള്ള വ്യക്തികളാണ് കൂടുതൽ വിലപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ എടുത്തിരിക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെന്നു വരും. അങ്ങനെയുള്ളവർക്ക് വചനം നൽകുന്ന വലിയൊരു സന്ദേശം അത് നമ്മൾ വിസ്മരിക്കരുത്. നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാം. പാരമ്പര്യവാദികളെ ഖണ്ഡിച്ച ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. വലിയ പാരമ്പര്യമൊക്കെ പറഞ്ഞ് മഹിമയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ചെയ്ത വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എണ്ണിപ്പിറക്കി പറഞ്ഞവർ. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് അവരെ ഖണ്ഡിക്കുന്ന രംഗങ്ങൾ. മർക്കോസ് 7-ാം അധ്യായം അതിൻ്റെ ശീർഷകം തന്നെ വായിക്കണം, ടൈറ്റിൽ. അത് പാരമ്പര്യവാദികൾക്കെതിരെയുള്ളതാണ്. പാരമ്പര്യത്തെക്കുറിച്ചുള്ള വിവാദം അത് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 7:13 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പാരമ്പര്യം പറഞ്ഞ് നിങ്ങൾ വചനം നിരർത്ഥകമാക്കുന്നു. നമുക്ക് എന്ത് പാരമ്പര്യം പറയാനുണ്ടെങ്കിലും ദൈവവചനം ജീവിക്കുന്നില്ലെങ്കിലോ, വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിലോ ഈ പാരമ്പര്യത്തിന് ദൈവം വില കൽപ്പിക്കത്തില്ല. മനുഷ്യരൊരു പക്ഷേ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് നമുക്ക് പേരും പ്രശസ്തിയൊക്കെ തന്നെന്ന് വരും. ദൈവം വില കൽപ്പിക്കത്തില്ല. കാരണം വചനം നിരർത്ഥകമാക്കിക്കൊണ്ടുള്ള പാരമ്പര്യവാദം, അതിനെ ഖണ്ഡിച്ചവനാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, സഭയിൽ നമുക്ക് ഡോക്ട്രിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രഡീഷനുണ്ട്. ഡോക്ട്രിൻ ട്രഡീഷനേക്കാൾ നമുക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. ഇപ്പം ചില വിശ്വാസ സത്യങ്ങൾ, ഡോഗ്മാസ്, അത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. പാരമ്പര്യത്തിന് വേണേൽ മാറ്റം വരാം. നാളെ ഒരു മാർപ്പാപ്പായിക്ക് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം ഇല്ല എന്ന് പഠിപ്പിക്കാൻ പറ്റില്ല, ഡോക്ട്രിനാണ്. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, വേണമെങ്കിൽ നേരത്തെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് സെലിബേറ്റ് പ്രീസ്റ്റ്ഹുഡ് അല്ല എന്ന് പറഞ്ഞാൽ അവർ പുരോഹിതർ വിവാഹിതരായിരുന്നു. അതിനുശേഷമാണ് സെലിബേറ്റ് പ്രീസ്റ്റ്ഹുഡ്, ആ സെലിബസി പാലിച്ചുകൊണ്ട് വൈദികർ ജീവിക്കുന്ന ആ ഒരു പാരമ്പര്യം വന്നത്. ഇതിന് വേണമെങ്കിൽ വീണ്ടും മാറ്റം വരാം, പാരമ്പര്യത്തിന് മാറ്റം വരാം. പക്ഷേ ഡോക്ട്രിൻ ആർക്കും മാറ്റാൻ പറ്റില്ല. അവിടെ ഏതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ചില വിശ്വാസ സത്യങ്ങളുണ്ട്, അതിന് മൂല്യം കൽപ്പിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. ലൂക്കാ 18 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ നന്നായിട്ട് ജീവിച്ചവനാ, ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം പാലിച്ചു പോകുന്നവനാണ് എന്ന് പാരമ്പര്യം പറയാനുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അവൻ്റെ ഉള്ളിലേക്ക് നോക്കി മർമ്മത്തെ തൊട്ടൊരു കാര്യം പറഞ്ഞു, നിനക്കിനി ഒരു കുറവുണ്ട്. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിച്ചാൽ സ്വർഗത്തിൽ നിനക്ക് വലിയ സമ്പത്തുണ്ടാകും. പക്ഷെ അവനത് ചെയ്യാൻ പറ്റിയില്ല. അവൻ സങ്കടത്തോടെ അവിടുന്ന് വിട്ടുപോയി എന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിക്കുക. മത്തായി 23 വായിച്ചാൽ, ഫരിസേയരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് പോലും ദശാംശം കൊടുക്കുന്നവരാണ്. പക്ഷേ നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത ഇവ പാലിക്കുന്നില്ല, ഇവ അവഗണിക്കുന്നു. ഇവയായിരുന്നു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. യോഹന്നാൻ 8:33 വായിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാരെ കാണാൻ സാധിക്കും. ഞങ്ങളെ സാധാരണക്കാരല്ല, അബ്രാഹത്തിൻ്റെ മക്കളാണ്, അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. പക്ഷേ ദൈവം അവരോട് ചോദിച്ച യേശു പറഞ്ഞൊരു കാര്യം, എന്നിട്ട് നിങ്ങൾ പാപം ചെയ്യുന്നവരാണല്ലോ. നിങ്ങൾക്ക് അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് പാരമ്പര്യം പറയാനുണ്ട്, പക്ഷേ നിങ്ങൾ പാപജീവിതം തുടരുകയും ചെയ്യുന്നു. മർക്കോസ് 7:3 മുതൽ വായിക്കുമ്പോൾ വീണ്ടും അവിടെ നമ്മൾ കാണുന്നുണ്ട്, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവരെ ഖണ്ഡിച്ച യേശുവിനെ കാണാൻ പറ്റും. ലൂക്കാ 6 മുതൽ വായിക്കുമ്പോൾ സാപത്തിൽ രോഗശാന്തി കൊടുക്കുകയോ ഇല്ലയോ എന്ന് ഉറ്റുനോക്കിയിരുന്ന പാരമ്പര്യവാദികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഖണ്ഡിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പത്രോസിനും പൗലോസിനും ഇടയിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. അവരത് തല്ലിത്തീർക്കുകയല്ല ചെയ്തത്, അവർ അതിൻ്റെ പേരിൽ വാശിവൈരാഗ്യം വെച്ച് പുലർത്തുകയല്ല ചെയ്തത്, പരസ്പരം വെറുക്കുകയല്ല ചെയ്തത്. അവർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആ ഭിന്നത മാറാനുള്ള കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗലാത്യർ 2:11 മുതൽ വായിക്കുമ്പോൾ ഈ ഒരു അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ 2-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒരു യഹൂദനായിരുന്നിട്ടും
യഹൂദനെ പോലെയല്ല നീ പെരുമാറുന്നത്. അപ്പം പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചൈതന്യം മറക്കാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 10:34 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് പറഞ്ഞൊരു കാര്യം, ദൈവത്തിന് പക്ഷപാതമില്ലെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ദൈവം പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേലും അയക്കുന്നു, എല്ലാവരുടെ മേൽ. അതുകൊണ്ട് പരിച്ഛേദനം നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, പരിച്ഛേദനം നടന്നിരിക്കണം എന്ന് വാദിച്ച വ്യക്തിയാണ് അവൻ്റെ അഭിപ്രായം മാറ്റുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അഗ്രചർമ്മം മുറിച്ചാൽ രക്തം വരാം, പക്ഷേ രക്ഷ വരണമെന്നില്ല. രക്ഷ വരണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജോയൽ പ്രവാചകൻ 2:12 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ കീറേണ്ടത് വസ്ത്രമല്ല നിൻ്റെ ഹൃദയമാണ്. ബാഹ്യമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ പോരാ, അടിസ്ഥാനപരമായ മാറ്റം വരുത്തണം. ഗലാത്യർ 6:15 മുതൽ 17 വരെ വായിച്ചാൽ പരിച്ഛേദനം നടത്തുന്നതോ നടത്താത്തതോ അല്ല കാര്യം, നീ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കൊളോസസ് 2-ാം അധ്യായം 11-ാമത്തെ വചനം വായിച്ചാലോ, അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആന്തരിക പരിച്ഛേദനം, അഗ്രചർമ്മം മുറിച്ചുള്ള പരിച്ഛേദനത്തെക്കാൾ ആന്തരിക പരിച്ഛേദനം അതെങ്ങനെ സാധ്യമാകും? അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട്, പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിഴുതെറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ ധരിക്കുന്നവരായി മാറണം. അപ്പോഴാണ് ആന്തരിക പരിച്ഛേദനം സ്വീകരിച്ചവരായി നമ്മൾ മാറുക. രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ദൈവവചനം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16:30-31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ലൂക്കാ 3-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോഴോ സ്നാപക യോഹന്നാൻ പറഞ്ഞ എന്താ? മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, നീ രക്ഷ പ്രാപിക്കും. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുവാൻ, അത് ഒരു പുതിയ ബന്ധക്രിസ്തായിക്ക് നല്ലൊരു ഒരുക്കമാകുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പാരമ്പര്യവാദികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ, അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.